നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത സാമുദായിക സംഘടനകളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും കടുത്ത എതിർപ്പിനിടയിലും വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബിൽ ബുധനാഴ്ച പാസാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതിനോടകം ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബിൽ നാളത്തെ റിവേഴ്സ് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വിവാദ ബിൽ ലോക്സഭ പാസാക്കുമെന്ന ആശങ്ക ശക്തമായത്. വിദേശത്തു നിന്നുള്ള സഹായങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കാനോ മതന്യൂനപക്ഷങ്ങളുടെ സർക്കാരിതര സംഘടനകളെ കേന്ദ്ര സർക്കാരിന്റെ വരുതിയിലാക്കാനോ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്ന് പ്രതിപക്ഷ കക്ഷികൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് ബിൽ ലോക്സഭയിൽ പാസാക്കാൻ NDA ശ്രമിക്കുന്നത്. അതിനിടെ ബില്ലിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ബുധനാഴ്ച പ്രതിഷേധിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പല MPമാരും നാട്ടിലാണെങ്കിലും പ്രതിഷേധം അറിയിക്കാൻ മാത്രം ഇവരിൽ പലരും ഡൽഹിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചന. കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ കൂട്ടുകച്ചവടമാണ് നടക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. CPM തീവ്ര വലതുപക്ഷമായി മാറിയെന്നും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. BJP-യും CPM-ഉം കോർപ്പറേറ്റ് പാർട്ടികളാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. CPM യഥാർത്ഥ ഇടതുപക്ഷമല്ലാതായി മാറി. അതിന്റെ തെളിവാണ് മുതിർന്ന CPM നേതാക്കളായ V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും UDF വേദിയിലിരിക്കുന്നത്. അവർക്ക് ആ പാർട്ടിയെക്കുറിച്ച് മനസ്സിലായി. അതിനാലാണ് അവർ കോൺഗ്രസുമായി സഹകരിക്കുന്നത്. BJP പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നതിന് 2 തെളിവുകളുണ്ട്. അതിൽ ആദ്യത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ പോയാലും അമ്പലങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് മോദി ശബരിമലയിലെ കാര്യം ഉന്നയിച്ചില്ല? CPM നേതാക്കൾ ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചു. ഇതുവരെയും അവർക്കെതിരെ കേന്ദ്രം ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കാനാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേത്, ആരൊക്കെ BJP-യെയും RSS-നെയും എതിർക്കുന്നുവോ അവരെ എതിർക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ലോകായുക്ത നിയമ ഭേദഗതി ശരിവെച്ച് ഹൈക്കോടതി. ചില മാറ്റങ്ങളോടെ ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കുകയാണെന്ന് കോടതി പറഞ്ഞു. നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളി. ലോകായുക്ത കുറ്റക്കാരനെന്ന് വിധിച്ചാലും ഇനി പൊതുപ്രവർത്തകന് തൽസ്ഥാനത്ത് തുടരാനാകുമെന്നതടക്കമുള്ള ഭേദഗതികളാണ് പുതിയ നിയമ ഭേദഗതിയിലുള്ളത്. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് നേരത്തെ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. കേരള സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത ബില്ലിന് അനുമതി നൽകാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിടുകയായിരുന്നു. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയത്. നിയമ ഭേദഗതി അംഗീകാരമാകുന്നതോടെ ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പാണ് ഇല്ലാതാകുന്നത്. പുതിയ ഭേദഗതി അനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരായ ലോകായുക്ത വിധികളിൽ നിയമസഭയാകും അപ്പലേറ്റ് അതോറിറ്റി. സമാനമായ രീതിയിൽ മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരായ വിധികളിൽ സ്പീക്കറുമാകും അപ്പലേറ്റ് അതോറിറ്റി. SDPA-യുടെ പിന്തുണ CPM തേടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേമത്ത് V ശിവൻകുട്ടിയും SDPA-യുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SDPA-യോട് CPM നേതൃത്വം പിന്തുണ തേടിയതിനാൽ പിന്തുണയ്ക്കുന്നുവെന്ന് SDPA നേതാവിന്റെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. SDPA-യുമായി ചങ്ങാത്തമുള്ളത് കോൺഗ്രസിനാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും SDPA-യും ഒറ്റ ചങ്ങാതിമാരായാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലെത്തി. തിരുവനന്തപുരത്ത് ഇടപ്പഴഞ്ഞി RDR കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ NDA മാർഗരേഖ ദേശീയ അധ്യക്ഷൻ പ്രകാശനം ചെയ്തു. NDA അധികാരത്തിലെത്തിയാൽ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്ന വികസിത കേരളം മാർഗരേഖ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിച്ചു. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലവാചകത്തോടെ ഭാവി കേരള വികസനത്തിനുള്ള മാർഗരേഖയാണ് NDA പുറത്തിറക്കുന്നത്. കേരള വികസനത്തിന് കുതിപ്പേകുന്ന പ്രഖ്യാപനങ്ങളും മാർഗരേഖയിലുണ്ട്. മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളം കണ്ട മഹാദുരന്തമായി അത് മാറുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകും, UDF ഇടിമുഴക്കം പോലെ തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ളത് കെയർടേക്കർ സർക്കാർ മാത്രമാണ്. മുഖ്യമന്ത്രി സാധാരണക്കാർക്ക് അദൃശ്യനാണ്. ജനത്തെ കാണാൻ മടിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി. മൂന്നാമതും പിണറായി വരുമെന്ന ഒറ്റ പ്രചാരണം മതി UDF-ന് വിജയിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിൻ യാത്രയ്ക്കിടെ കല്ലേറിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. പുറമേരി സ്വദേശിനി ഐശ്വര്യ രാമകൃഷ്ണനാണ് താടിയലിന് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 9:50ഓടെയായിരുന്നു സംഭവം. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. ആലുവയിൽ നിന്ന് വടകരയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഐശ്വര്യ. ആലുവ UC കോളേജ് വിദ്യാർത്ഥിനിയായ ഐശ്വര്യ സ്റ്റഡി ലീവിനായി നാട്ടിലേക്ക് വരികയായിരുന്നു. കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ ട്രെയിൻ എത്തിയപ്പോഴാണ് കല്ലേറുണ്ടായത്. താടിയലിന് ഗുരുതര പരിക്കേറ്റ ഐശ്വര്യയുടെ 4 പല്ലുകളും നഷ്ടപ്പെട്ടു. സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്തു. ആലുവയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെ ആലുവ മാർക്കറ്റിന് സമീപം ദേശീയപാതയ്ക്കടുത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അങ്കമാലി പാറക്കടവ് സ്വദേശി ആകാശ്, ദേവ് കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഇടപ്പള്ളി കുനംതി സ്വദേശിയായ ജിതിന് ഗുരുതരമായി പരിക്കേറ്റു. ഇടറോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. ഉടൻ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു.
ഇറാനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഇസ്ഫഹാനിൽ യുഎസും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് അതിശക്തമായ സ്ഫോടനം. ഇന്ന് പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. ആയുധശേഖരങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു സംയുക്ത ആക്രമണം. ഇവിടെ ഏകദേശം 540 കിലോഗ്രാം യുറേനിയം ശേഖരം ഇറാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കനത്ത സ്ഫോടനങ്ങളും അഗ്നിഗോളങ്ങൾ ഉയരുന്നതും കാണാം. ഏകദേശം 907 കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആയുധപ്പുരയ്ക്ക് മുകളിൽ പതിച്ച ബോംബുകൾ വലിയ തോതിലുള്ള തുടർ സ്ഫോടനങ്ങൾക്കും കാരണമായി. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇതേ മേഖലയിലെ ആണവ നിലയങ്ങൾക്ക് നേരെ യുഎസ് ആക്രമണം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ നടനും ടിവികെ അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും അനുവദിച്ചതിൽ കൂടുതൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ചെന്നുമാണ് കേസ്. വിജയെ കൂടാതെ 500 പേർക്കെതിരെയും പെരുവല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് വിജയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പെരുമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലങ്ങളിൽ നിന്നുമാണ് വിജയ് ജനവിധി തേടുന്നത്. തുറന്ന വാഹനത്തിൽ ആയിരക്കണക്കിന് അനുയായികളെ അഭിസംബോധന ചെയ്തായിരുന്നു വിജയ് പ്രചാരണം ആരംഭിച്ചത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.